മലപ്പുറം കരുവാരക്കുണ്ടിൽ 14-കാരിയുടെ കൊലപാതകം പ്രണയവുമായി ബന്ധപ്പെട്ട അസ്വാരസ്യത്തെ തുടർന്ന് പോലീസ്. 16 വയസ്സുകാരൻ ഒറ്റയ്ക്കാണ് കൃത്യം നടത്തിയതെന്നും പെൺകുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നതായും പോലീസ് സ്ഥിരീകരിച്ചു. പ്രതിയെ കോഴിക്കോട് വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിലേക്ക് മാറ്റി. 14-കാരിയുടെ കൊലപാതകത്തിൽ 16-കാരന് മാത്രമാണ് പങ്ക് എന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളതെന്നാണ് പോലീസ് പറയുന്നത്. ഇവർ തമ്മിലുള്ള പ്രണയത്തിലുണ്ടായ അസ്വാരസ്യങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന വിലയിരുത്തലാണ് പോലീസിനുള്ളത്. മലപ്പുറം SP R വിശ്വനാഥിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്. നിലവിലത്തെ അന്വേഷണത്തിനകത്ത് നമുക്ക് മറ്റൊരാൾക്ക് പങ്കുള്ളതായിട്ട് അറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ വിശദമായിട്ടുള്ള അന്വേഷണം ഈ കുട്ടികളുടെ മൂവ്മെന്റ് വിവിധ ബസ്സുകളിലെല്ലാം കയറിയിട്ടാണ് ഈ പറഞ്ഞ കരുവാരക്കുണ്ടിൽ നിന്ന് വണ്ടൂർ വരേക്ക് എത്തിയെന്നുള്ള പറയുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ CCTV വിഷ്വൽസ് അടക്കം ഇന്നിപ്പോൾ എൻ്റെ ടീം DSP പെരിന്തൽമണ്ണയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ടീമാണ് അന്വേഷിക്കുന്നത്, നാംസാഫ് അംഗങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും രീതിയിലൊരു തേർഡ് പേഴ്സൺ ഇതിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വിശദമായിട്ട് തന്നെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. അതിനു മുൻപ് ഈ കുട്ടി സ്കൂളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. വൈകുന്നേരമായിട്ടും തിരിച്ചെത്താത്ത സാഹചര്യത്തിലായിരുന്നു കുട്ടിയെ കുറിച്ച് വീട്ടുകാർ കാണാനില്ല എന്ന വിവരം പോലീസിനെ അറിയിക്കുന്നത്. അതിനിടെ ഈ കുട്ടി തന്നെ വീട്ടിലേക്ക് വിളിച്ച് ഏറെ വൈകാതെ വരുമെന്ന് പറഞ്ഞതായും വിവരങ്ങളുണ്ട്. ആ വിളിച്ചത് ഈ യുവാവിൻ്റെ ഫോണിൽ നിന്ന്, അല്ലെങ്കിൽ 16-കാരൻ്റെ ഫോണിൽ നിന്നാണെന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കുട്ടിയുടെ വീട്ടുകാർ തന്നെ സംശയം പ്രകടിപ്പിച്ച ഈ 16-കാരനെ കേന്ദ്രീകരിച്ച് തന്നെ പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നതും ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചതും. ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇതിൽ അസ്വാരസ്യങ്ങളാണ് ഈ ഒരു കൊലപാതകത്തേക്ക് നയിച്ചത്. ഈ 16-കാരന് ഈ കുട്ടിക്ക് മറ്റാരുമായിട്ടോ ബന്ധമുണ്ടെന്ന് സംശയമുണ്ടായിരുന്നു. അതേ ചൊല്ലിയുള്ള തർക്കങ്ങൾ, അതേ ചൊല്ലിയുള്ള പ്രശ്നങ്ങളാണ് ഇത്തരത്തിലൊരു കൊലയിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. എന്താണെങ്കിലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം വിശദമായിട്ട് തന്നെ പുരോഗമിക്കുകയാണ്. ഈ മൊബൈൽ ടവർ ലൊക്കേഷൻസ് കേന്ദ്രീകരിച്ചും മറ്റുമാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിശദമായ അന്വേഷണം. നിലവിൽ ഒരു പ്രതി മാത്രമാണ് ഉള്ളത്. ഇയാൾക്ക് 18 വയസ്സിന് താഴെ ആയതുകൊണ്ട് തന്നെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെയാണ് ഹാജരാക്കിയിരിക്കുന്നത്. കോഴിക്കോട് വെള്ളിമാടുകുന്നിലെ ജുവനൈൽ ഹോമിലേക്കാണ് ഈ പ്രതിയെ കൊണ്ടുപോയിട്ടുള്ളത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണ ചുമതല മലപ്പുറം SP-യുടെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ DYSP-ക്കാണ് ഉള്ളത്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.